നമുക്ക് മാനുവൽ ഇൻക്യുബേറ്ററിനെ കുറിച്ചാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ 50 മുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്ററാണ്. ഇതിൽ നമുക്ക് 50 മുട്ട വേണമെങ്കിൽ 50 എണ്ണം വെക്കാം, 40 ആണെങ്കിൽ 40 എണ്ണം വെക്കാം, 10 ആണെങ്കിൽ 10 എണ്ണം വെക്കാം, 5 എണ്ണം ഉള്ളെങ്കിൽ 5 എണ്ണം വെക്കാം. 50 എണ്ണത്തിലാണ് കരുതിയിട്ട് ഇതിൽ 50 എണ്ണം തന്നെ വെക്കണം നിർബന്ധമൊന്നുമില്ല, എത്ര എണ്ണം വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇതിൽ മുട്ട വെക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇതിൽ സാധാ ഒരു പേപ്പർ വിരിക്കുക. അടിയിൽ പേപ്പർ വിരിച്ചതിന് ശേഷം ഇതുപോലെ മുട്ട മാർക്ക് ചെയ്ത് വെക്കണം. ഇത് തിരിച്ചു വെക്കാനാണ്, മാർക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ മറിച്ച് വെക്കുന്ന ടൈമിൽ നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇതിൽ വെക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ മുട്ട ഫുള്ളായിട്ടില്ല, കുറച്ച് കാണിച്ചു തന്നാണ്. എന്നിട്ട് നമ്മൾ ഇതിൽ ഈ ബോൾട്ടിനൊപ്പം വെള്ളം ഒഴിക്കുക. ഈ ബോൾട്ടിനൊപ്പം വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം പിന്നെ ഇത് അടച്ചു വെക്കുക. അടച്ചു വെച്ച് സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ആകും. പിന്നെ ഇത് നമ്മൾ കൊറിയർ വരുന്ന ടൈമിൽ ഇവിടെ 4 സൈഡിൽ ഓരോ സ്റ്റിക്കർ ഉണ്ടാവും. ഈ സ്റ്റിക്കർ നമ്മൾ ഓപ്പൺ ചെയ്യണം കേട്ടോ. വൈറ്റ് ടാപ്പായിരിക്കും. അപ്പോൾ അത് നോക്കിയാണ്ട് അത് മാത്രം കുറച്ചാണ് ഇതേമാതിരി ഓപ്പൺ ചെയ്യുക. പിന്നെ ഇതിൽ മുട്ട റൊട്ടേഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതേമാതിരി ഓരോന്നെടുത്തിട്ട് നേരെ തിരിച്ച് ഇതേമാതിരി വെക്കുക. പിന്നെ ഇതിൽ വെള്ളം കമ്മി വരുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 18 ദിവസം ഇതേമാതിരി റൊട്ടേഷൻ ചെയ്താൽ മതി കേട്ടോ. 18 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട. കോഴിമുട്ടക്കാണെങ്കിൽ 18, താറാമുട്ടക്കാണെങ്കിൽ 25, കാടമുട്ടക്കാണെങ്കിൽ 15. അങ്ങനെ 21 ദിവസം ആകുമ്പോൾ പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും കോഴിമുട്ടയുടെ എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞോളും. പിന്നെ അപ്പോൾ ഇത് വാങ്ങണമെങ്കിൽ KK ഇൻക്യുബേറ്റർ ഇടയ്ക്കലാണ് സ്ഥലം. നേരിട്ട് വന്നതിൽ നേരിട്ട് വരാം, അല്ലെങ്കിൽ കൊറിയർ അയച്ചു തരുന്നത് കൊറിയർ അയച്ചു തരും. അപ്പോൾ ഓക്കെ.